ചെറിയ കുട്ടികൾക്കെന്നില്ല വലിയവർക്കെന്നില്ല പല്ലുവേദന സഹിക്കാൻ പറ്റില്ല അല്ലേ. ഏറ്റവും വലിയ വേദനയാണ്. അതും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വരുന്ന ഒരു വേദനയാണ് പല്ലുവേദന. പല വിധത്തിലും കേട് വരാറുണ്ട്. പലപ്പോഴും പല മരുന്നുകൾ കഴിച്ചാണ്, പെയിൻ കില്ലർ കഴിച്ചിട്ടായിരിക്കും നമ്മൾ കിടന്നുറങ്ങുന്നത്. പക്ഷേ ഈ ഒരു ഇല നമ്മളുടെ മുറ്റത്ത് ഉണ്ടായിട്ടും നമ്മൾ അറിയാതെ പോയ ഒരു രഹസ്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇലകൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് പൂപ്പലോ പ്രാണികളോ ഉണ്ടോ എന്നുള്ളത്. ഇത് സീതപ്പഴത്തിൻ്റെ അല്ലെങ്കിൽ ആറ്റച്ചക്ക, പല രീതിയിലാണ് പല സ്ഥലങ്ങളിൽ പറയുന്നത്. ഈ ഇല കൊണ്ട് അടിപൊളി ടിപ്പാണ് കേട്ടോ പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മളുടെ കിച്ചണിൽ തേങ്ങ കുറവാണ്, തേങ്ങാപ്പാൽ എടുത്തപ്പോൾ ഇത്തിരി വാട്ടറി ആയിപ്പോയി. നമുക്ക് ഇപ്പം കുറച്ച് തേങ്ങ കൊണ്ട് കുറേ കറികൾ ഉണ്ടാക്കണം. അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വന്നാൽ, എപ്പോഴും അല്ല കേട്ടോ, നമുക്ക് സഡൻ ഒരു സിറ്റുവേഷൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ കുറച്ച് നമ്മളുടെ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. കട്ടകളോ ഒന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഏതൊരു കറിയിലാണോ ആ ഒരു കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. അത് ഇളക്കിയിട്ട് വേണം, ഇപ്പം ഞാൻ ക്യാമറ പിടിച്ചേക്കുന്നതുകൊണ്ടാണ് അത് ഇളക്കാൻ പറ്റാവുന്നത്. ഇളക്കി അതിൻ്റെ തരികളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ഒന്ന് ചൂടാക്കണം കേട്ടോ. ഒന്ന് ചൂട് വരുമ്പോഴത്തേക്കും നല്ല കുറുകിയ കറിയായി കിട്ടാനായിട്ട് സഹായിക്കും. ഇതിപ്പോൾ തക്കാളിയും പരിപ്പും കൂടെ ഇട്ട ഒരു കറിയാണ്. ഏതൊരു കറി, ഇപ്പോൾ ചിക്കൻ കറി വെക്കുമ്പോഴാണെങ്കിലും ഏതൊരു കറിക്കും, ഇപ്പോൾ തേങ്ങ പാൽ ഉപയോഗിച്ച് വെക്കുന്ന ഏതൊരു കറിക്കും നിങ്ങൾ ഈ ഒരു സൂത്രം ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി, നല്ല കുറുകി കിട്ടാനും നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞു ഞാനൊരു എണ്ണ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അനാർക്കലി ഹെയർ ഓയിൽ. വളരെയധികം റിസൾട്ടുള്ള, മുടി കൊഴിച്ചിൽ മാത്രമല്ല നല്ല ഉറക്കം കിട്ടുവാനും അതുപോലെ തന്നെ അകാരനര വരാതിരിക്കുവാനും അതുപോലെ നമുക്ക് ചെറിയ കുട്ടികൾക്ക്, ഇപ്പം പ്രസവിച്ച കുട്ടികൾക്ക് വരെ നമുക്ക് വിശ്വസിച്ച് തേച്ച് കൊടുക്കാൻ പറ്റിയ കിടിലൻ എണ്ണയാണ് കേട്ടോ. ഈ എണ്ണയിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും അത്രയും സ്പെഷ്യലാണ് കേട്ടോ. മേടിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞേക്കുന്നത്. ഈ എണ്ണ കാച്ചി എടുക്കുന്നത് തന്നെ 2 ദിവസം കൊണ്ടാണ് കേട്ടോ. ഫുള്ള് നമ്മൾ 2 ദിവസം എഫേർട്ട് ഇട്ടാണ് നമ്മൾ ഈ ഒരു എണ്ണ കാച്ചി എടുക്കുന്നത്. അതിൻ്റെ ഗുണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഉറക്കമില്ലായ്മ, ശരീരത്തിന് ക്ഷീണം, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, തലയോട്ടിലുണ്ടാവുന്ന ഇൻഫെക്ഷൻ, താരൻ, ഇവയെല്ലാം പരിഹരിക്കാൻ ഈ ഒരു എണ്ണ മാത്രം മതി. ചെറുപ്പം മുതലേ കുട്ടികൾക്ക് തേച്ച് തുടങ്ങിയാൽ നല്ല കട്ടിയുള്ള കരുത്തുള്ള മുടി കിട്ടാൻ നല്ലതാണ്. അതുപോലെ നമ്മളെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല രീതിയിൽ ആകുമ്പോൾ നമുക്ക് നല്ല ഉന്മേഷം കിട്ടുവാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും മേടിച്ചു നോക്കി. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയേ. വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഇനി അടുത്തതായിട്ട് നമ്മളുടെ പല്ലിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെ പരിഹാരം കാണാമെന്ന് നോക്കിയാലോ. നമ്മളുടെ എല്ലാവരെയും വീട്ടിലുള്ള സാധനമാണ് ഗ്രാമ്പു. ഗ്രാമ്പു ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഒരു 3 or 4 നിങ്ങൾക്ക് എത്രത്തോളം വേണ്ടത് അത്രയും എടുക്കാവുന്നതാണ്. നമ്മൾ മോണയിൽ പലപ്പോഴും ഉണ്ടാവുന്ന ബ്ലഡ് വരിക, അതുപോലെ തന്നെ നീര് വയ്ക്കുക, ചുമന്ന് തടിക്കുക, അതുപോലെ തന്നെ എപ്പോഴും വായ്പുണ്ണ് വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഗ്രാമ്പു പൊടിച്ചിടുന്നുണ്ട്, അതിലേക്ക് ഉപ്പും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ചെറുനാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് നല്ലതുപോലെ ഉപ്പ് നല്ലതുപോലെ അലിയുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പല്ലിലുണ്ടാവുന്ന ഏതൊരു പ്രശ്നങ്ങൾക്കും ഈ ഒരു ഇത് വളരെ എഫക്റ്റീവാണ് കേട്ടോ. പല്ലിൽ പലപ്പോഴും വരുന്ന ബ്ലഡ് വരുന്ന പ്രശ്നങ്ങൾ ഒക്കെ മാറുവാനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മൾ ആ പല്ലിൻ്റെ ഇത് എന്താ പറയുക, ഇനാമൽ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതൊന്ന് നേരിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നല്ലതുപോലെ തന്നെ ആ ഉപ്പൊക്കെ മെൽറ്റായി കിട്ടുന്നതാണ്. എന്നിട്ട് നമ്മൾ മോണയിൽ നല്ലപോലെ തന്നെ ഫുള്ളായിട്ട് തേച്ച് ഒരു 2 or 3 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ വായ് കൊപ്പിളിച്ച് കളഞ്ഞാൽ മാത്രം മതി. കുറച്ച് മഞ്ഞളും കൂടി ചേർക്കുന്നുണ്ട്. അത് നമ്മളുടെ ഇൻഫെക്ഷനൊക്കെ മാറി അതിൻ്റെ ആ ഒരു പൂർണ്ണ റിസൾട്ട് കിട്ടണമെങ്കിൽ ആ ഒരു മഞ്ഞളും കൂടി ചേർക്കുമ്പോൾ നല്ല സൂപ്പർ റിസൾട്ടാണ് കേട്ടോ. നമ്മൾ ഹാംഫുള്ളായിട്ടുള്ള കെമിക്കൽ ഉപയോഗിച്ചുള്ള പേസ്റ്റൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും ആഴ്ചയിൽ ഒരു ദിവസം ഇത് മോണയിൽ മൊത്തം തേച്ച് പിടിപ്പിക്കുക. പല്ലിലൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റെങ്കിലും ഇതൊന്ന് വെക്കുക. പെട്ടെന്ന് കഴുകിക്കളയരുത്. 2 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് കഴുകിക്കളയാം കേട്ടോ.
ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇത് നമ്മൾ കമൻറ്റ് വഴി റിസൾട്ട് അറിയിക്കാം. അടുത്തതായിട്ട് ഇനിയിപ്പോൾ മഴക്കാലം വരുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് തൊണ്ടയിലുള്ള അസ്വസ്ഥത, തൊണ്ടവേദന, തൊണ്ടക്ക് കിരിയിരിപ്പ്, അല്ലെങ്കിൽ നമുക്ക് തൊണ്ടയിൽ ഇങ്ങനെ കഫം വന്ന് തിങ്ങി നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യട്ടോ. തുടക്കത്തിൽ തന്നെ നിങ്ങളിത് ചെയ്യുക, 100% റിസൾട്ടാണ് കേട്ടോ. തേനെടുക്കുക, അതിലേക്ക് ഒരു നുള്ള് നമ്മളുടെ കുരുമുളക് പൊടിയും ഒരു നുള്ള് ഉപ്പും, കുറേ ഒന്നും ഇടരുത്, ഒരു നുള്ള് മാത്രം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ തൊണ്ടയിലേക്ക് വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക, കൈകൊണ്ട് എടുത്തിട്ട്. എന്നിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു 10 മിനിറ്റെങ്കിലും വെള്ളം പോലും കുടിക്കരുത് കേട്ടോ. അത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ. പെട്ടെന്ന് തന്നെ ആ ഒരു നമ്മളുടെ തൊണ്ടയിൽ വന്നേക്കുന്ന കിരികിരിപ്പാകട്ടെ, ചുമയുടെ ഒരു ബുദ്ധിമുട്ടാകട്ടെ, അല്ലെങ്കിൽ കഫം വന്ന് തിങ്ങി നിൽക്കുന്നതാണെങ്കിൽ അത് മെൽറ്റായി പോകാനൊക്കെ 10 മിനിറ്റോളം വെള്ളം ഒന്നും കുടിക്കാതെ തന്നെ നിൽക്കണം. എന്നിട്ട് നീര് ചൂടുവെള്ളം കുടിക്കുക കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് ഈ ഒരു സീതഫലം എല്ലാവർക്കും വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു ഫ്രൂട്ടല്ലേ, എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഇതിൻ്റെ പുഡിങ്ങൊക്കെ സൂപ്പറല്ലേ. അപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ ഇല നമ്മൾ വെറുതെ കളയലാണല്ലേ, നമ്മളത് ശ്രദ്ധിക്കാറ് പോലുമില്ല. പക്ഷേ വളരെ 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 എഫക്റ്റീവാണ് നമ്മളുടെ പല്ല് വേദനയ്ക്ക് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കണം. വളരെ അധികം റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. നമ്മൾ എന്താണ് പറയുക, മെഡിസിൻ കഴിക്കുമ്പോൾ നമ്മൾ പെയിൻ കില്ലറൊക്കെ കഴിച്ചാണ് ചിലപ്പോൾ പല്ല് വേദനയൊക്കെ നിർത്തുന്നത്. പക്ഷേ ഈ ഒരു ഇല ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ മസ്റ്റായിട്ട് എല്ലാവരും വീട്ടിലും ഓൾമോസ്റ്റ് ഉണ്ടാവും അല്ലേ. സീതാഫലമൊക്കെ എല്ലാവരും വീട്ടിൽ ഉണ്ടാകാറുണ്ട്. ചിലവർ ആറ്റച്ചക്ക എന്നൊക്കെ പറയും, നമ്മളുടെ സീതാഫലം, അങ്ങനെ പല സ്ഥലങ്ങളിൽ പല പേരാണല്ലോ. അതാണ് ഞാൻ ആ ഫ്രൂട്ട് കാണിച്ചത്. ഒരു കിളിന്തായിട്ടുള്ള ഇല എടുക്കുക, അതിലേക്ക് നമ്മൾ ഒരു നുള്ള് കുരുമുളകും അതുപോലെ തന്നെ ഒരു നുള്ള് ചുണ്ണാമ്പ് കേട്ടോ. കുറേ ഒന്നും ഇടരുത്, ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഒരു നുള്ള് ചുണ്ണാമ്പും കൂടി എടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചതച്ചെടുക്കണം, നല്ല പോലെ തന്നെ ചതച്ച് ആ കുരുമുളകും ആ ഇലയുടെ സത്തും അതുപോലെ ആ ഒരു ചുണ്ണാമ്പും ഒക്കെ നല്ലതുപോലെ മിക്സായി ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉരുളയായിട്ട് എടുക്കണം കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ആ പല്ലിൻ്റെ ആ വേദനയും അതുപോലെ തന്നെ പുഴുക്കളൊക്കെ വന്നിരിക്കില്ലേ, ആ പുഴുക്കളെയൊക്കെ നമുക്കത് നശിപ്പിക്കാൻ, അത് നശിച്ചു പോകാനായിട്ട് നല്ലൊരു പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്ന ഹോം റെമഡീസാണ് ഇതൊക്കെ. നമ്മൾ ഇപ്പോൾ ഉള്ള തലമുറകളൊക്കെ എന്തെങ്കിലും ചെറിയ കാര്യം വന്നാൽ അപ്പം തന്നെ ഡോക്ടറെ അടുത്ത് പോയി ആ ഒരു മരുന്ന് കഴിക്കലാണ്. പക്ഷേ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ പെട്ടെന്ന് തന്നെ റിലീഫ് കിട്ടും. അതുപോലെ തന്നെ ആ ഒരു ആ ഭാഗത്തുണ്ടാകുന്ന നീര് വന്നിട്ട് നമുക്ക് വേദന ഉണ്ടാവില്ലേ, ആ ഒരു നീരൊക്കെ പെട്ടെന്ന് തന്നെ മാറിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ എപ്പോഴും കുറേ മെഡിസിൻ കഴിച്ച് നമ്മൾ ഇപ്പോൾ പല്ലുവേദനേൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് വേറെ എഫക്റ്റ് വരും അല്ലേ. ഞാൻ കൈ ഒന്ന് കഴുകിയിട്ട് കാണിച്ചു തരാനാണ്. ഇതുപോലെ ഒരു ഉരുളയാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ആ പല്ലിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ പല്ലുവേദനേൻ്റെ മരുന്ന് കഴിച്ച് കഴിയുമ്പം അടുത്ത ദിവസം നമുക്ക് തലവേദന വരും എന്ന് വെച്ചാൽ ആ ഒരു മരുന്നിൻ്റെ സൈഡ് എഫക്റ്റുകളാണ് നമുക്ക് വരുന്നത്. പക്ഷേ ഇതുപോലുള്ള ചെറിയ ചെറിയ ഹോം റെമഡീസ് കൊണ്ട് നമുക്ക് തുടക്കത്തിൽ തന്നെ മാറ്റിക്കഴിഞ്ഞാൽ കുറേ പഴുപ്പ് വന്ന് കുറേ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് ഇതുപോലുള്ള ഹോം റെമഡീസ് ചെയ്താൽ അത് ഫലിക്കില്ല. അത് 100% ഞാൻ പറഞ്ഞേക്കാം, അത് ഫലിക്കില്ല. അതല്ല, തുടക്കത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് കടിച്ച് പിടിക്കണം കേട്ടോ, നല്ലപോലെ കടിച്ച് പിടിക്കണം. തുടക്കത്തിൽ തന്നെ ചെയ്താൽ പെട്ടെന്ന് തന്നെ മാറും കേട്ടോ. ഇനി ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് വായുനാറ്റം, അതുപോലെ തന്നെ വായിൽ ചവർപ്പ് വരിക, വായിൽ എപ്പോഴും വായ്പുണ്ണ് വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ ഒരു 5 ഗ്രാമ്പു എടുക്കുക, 1 ഗ്ലാസ് വെള്ളം, ഒരു 3/4 ഗ്ലാസ് ആവുന്നവരെ നല്ലതുപോലെ തിളപ്പിക്കുക കേട്ടോ. ഇതൊന്നും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഇപ്പോൾ മൗത്ത് വാഷൊക്കെ ഉപയോഗിക്കുമ്പം നമുക്ക് പലപ്പോഴും പല്ലിൻ്റെ ഇനാമലൊക്കെ പോയിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ഒരു മെത്തേഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല കേട്ടോ. എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വായിൽ നല്ലതുപോലെ ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം കൊപ്പിളിക്കുകയാണെങ്കിൽ വായുനാറ്റം, ബാഡ് സ്മെല്ല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളെ കോൺഫിഡൻസ് തന്നെ നശിപ്പിച്ച് കളയുന്ന ഒരു സാധനമാണ് ഈ വായുനാറ്റം എന്ന് പറയുന്നത്. പലപ്പോഴും പലരോടും കോൺഫിഡൻസോടുകൂടി സംസാരിക്കാൻ പറ്റാത്തൊരു റീസൺ അതായിരിക്കും. പക്ഷേ ദിവസവും നിങ്ങൾ രാവിലെ പല്ലൊക്കെ തേച്ച് അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇതൊരു 2 മിനിറ്റ് വായിൽ വെച്ചതിന് ശേഷം കൊപ്പിളിച്ച് കളയുക കേട്ടോ. നല്ലൊരു റിസൾട്ടാണ്, യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. അതുപോലെ തന്നെ മോണയിലുണ്ടാവുന്ന എപ്പോഴും വരുന്ന ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കുവാനും വളരെ നല്ലതാണ് കേട്ടോ.
എല്ലാ ടിപ്സുകളും ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.